ഋഷിരാജ് സിംഗ് സർ, ശ്രീമതി ഇന്ദിര അശോക്, DC ബുക്സിന്റെ മാനേജർ ശ്രീ അരവിന്ദൻ, സദസ്സിലുള്ള പ്രിയ സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ജോർജ് ഓണക്കൂർ സാറിന്റെ ഉൾക്കടൽ എന്ന പുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ദ സീ വിത്തിൻ എന്ന പേരിൽ വളരെ മനോഹരമായ ഒരു പുസ്തകമായി ഇന്ന് എൻ്റെ കയ്യിൽ എത്തി. വളരെ ഭംഗിയായിരിക്കുന്നു ഈ എഡിഷൻ. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ഏറ്റവും അധികം പ്രിയപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു ഉൾക്കടൽ. ഉൾക്കടലിലെ രാഹുലും റീനയും ഒക്കെ ഞങ്ങളുടെ കാലത്തെ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്വന്തം കോളേജിലെ സഹപാഠികളെ പോലെ ആയിരുന്നു എന്ന് പറയുന്നത് വാസ്തവം. ആ പഴയ പൂക്കാലത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഈ പുസ്തകം ഇത്രയും മനോഹരമായി ഒരുക്കി DC പുറത്തിറക്കിയതുകൊണ്ട് ഇന്ന് സാധിച്ചു. ഏറെ സന്തോഷമുണ്ട്. ജോർജ് ഓണക്കൂർ മാഷിനെ ഉൾക്കടലിന്റെ കർത്താവ് എന്ന നിലയിലാണ് ഞങ്ങളൊക്കെ ആദ്യം അറിയുന്നത്. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്റെ കവിതകൾ വായിക്കുകയും പുസ്തക പ്രകാശന ചടങ്ങുകളിൽ എത്തുകയും പിന്നീട് തീർച്ചയായും ഒരു സഹോദര തുല്യം എന്നോടൊപ്പം എന്നും നിൽക്കുകയും ചെയ്ത ഒരു ഗുരുതുല്യനായ ആളെന്നുള്ള നിലയിൽ ഞാൻ കാണുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കുവാനായി സാധിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു. വായനയെ തിരിച്ചു പിടിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് ആകുലപ്പെടുന്ന ഇക്കാലത്ത് തീർച്ചയായും ഈ പുസ്തകം ഒരുപാട് വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്ന് മറിച്ചു നോക്കുവാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ ശ്രമിച്ചു. ഏറ്റവും അധികം പാരായണ ക്ഷമതയോടുകൂടി തന്നെയാണ് ഇതിന്റെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളെ എനിക്ക് അറിയില്ല. ഡോക്ടർ CC തോമസ്, മിസസ് നോബി മേരി തോമസ് എന്ന് ഇവിടെ പേര് കാണുന്നു. ഏതായാലും അവർ ഈ ട്രാൻസ്ലേഷനിൽ അത്യന്തം നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മറിച്ച് നോക്കാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും ഭാഷയുടെ ന്യൂവാൻസസ് അത് ചോർന്നുപോയൊരു ട്രാൻസ്ലേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു കാര്യവുമില്ല, കഥയുമില്ല. അപ്പൊ ആ കഥയുടെ സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെ മലയാള ഭാഷയുടെ ന്യൂവാൻസസ് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഈ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത് എന്നതിൽ നമുക്ക് മലയാളത്തിന് വളരെയധികം അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും വകയുണ്ട്. ഈ പുസ്തകം ഏറെ വായിക്കപ്പെടട്ടെ എന്ന് ഈ നല്ല അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട എന്റെ തിരഞ്ഞെടുത്ത കവിതകൾ പ്രസാധകർ പറയുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഒരു പക്ഷേ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തെ എന്റെ കവിതകളുടെ ഒരു തിരഞ്ഞെടുത്ത സമാഹാരമായി കണക്കാക്കാം. 2001 റാന്തൽ വിളക്ക് വരുമ്പോൾ ഏതാണ്ട് അതിനെ ഒരു 10 വർഷം മുമ്പ് വരെ എഴുതിയ കവിതകൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിയാൽ എന്തായാലും കഴിഞ്ഞ 20-23 വർഷത്തെയെങ്കിലും കവിതകൾ 87 കവിതകൾ അടങ്ങിയ ഈ സമാഹാരത്തിൽ ഉണ്ടാകും. അത് സന്തോഷമുള്ള കാര്യമാണ്. ഈ